2026 മാർച്ച് മാസം 3-ാം തീയതി ചൊവ്വാഴ്ച 1 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ്. 3-4 ദിവസമായിട്ട് തിരുവല്ലയിൽ ഇണയമേ 2026 MG യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഉച്ചകഴിഞ്ഞൊക്കെ ഇരുന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ കലാപ്രകടനങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള അപൂർവമായ അവസരമാണ്. രാവിലെ ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി. ഇന്ന് മലയാളത്തിലെ ഡിബേറ്റ് കോമ്പറ്റീഷനാണ്. തർക്കങ്ങളിൽ കൂടെയാണ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ മുന്നോട്ട് പോകുന്നത്. സോ നമ്മളുടെ ചെറുപ്പക്കാരുടെ തർക്കങ്ങൾ ഒന്ന് കേൾക്കാം. യുവാക്കളുടെ ക്രോധമാണ് ചരിത്രത്തിൻ്റെ ചാലക ശക്തി. ദ റാത്ത്, പോസിറ്റീവ് ക്രിയേറ്റീവ് റാത്ത് ഓഫ് ദ യൂത്ത്സ് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഹിസ്റ്ററി. ഓൾ ദ ബെസ്റ്റ്. ലൈവ് മ്യൂസിക് ഫീമെയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് മലയാളത്തിൻ്റെ യുവത്വത്തിൻ്റെ ശബ്ദം, ഗാനകോകിലങ്ങൾ. KS ചിത്രയുടെയൊക്കെ അനുജത്തിമാരായിട്ട് ആരാണ് വരാൻ പോകുന്നത്? സ്കോർബോർഡിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. SH തേവര 96 പോയിൻറ്റ്സോടുകൂടി ഒന്നാമത്. തൊട്ട് പുറകെ മഹാരാജാസ് 91, തൃപ്പൂണിത്തറ കോളേജ് 84, സെൻറ് തെരേസാസ് 57, BCM കോട്ടയം 31, ഭാരത്മാത ആലുവ 26, നിർമ്മല കോളേജ്, യൂണിയൻ ക്രിസ്ത്യൻ UC കോളേജ്, MA കോളേജ് രാജഗിരി. അങ്ങനെ 9 പൊസിഷനുണ്ട്. കലാപ്രതിഭയും കലാതിലകത്തിനുമായിട്ടുള്ള മത്സരമുണ്ട്. സോ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ യുവത്വം ആവേശപൂർവ്വം മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. കലയുടെ ആഘോഷം. ഇപ്പോൾ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവല് ഭംഗിയായിട്ട് നടത്തുന്നത് നമ്മുടെ ചെറുപ്പക്കാരായ യുവാക്കൾ തന്നെയാണ്, സ്റ്റുഡൻസ് തന്നെയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ അഭിനവ് അല്ലേ, കോട്ടയം ക്യാമ്പസിൽ തന്നെ പഠിക്കുകയാണ്. എങ്ങനെ കാണുന്നത്? വെല്ലുവിളിയായിട്ട് കാണുന്നോ അതോ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്? പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മള് യുവജനങ്ങളെല്ലാം അത്ര ശരിയല്ലെന്നൊക്കെ പറയുമ്പോൾ ഇത്ര മനോഹരമായ ഒരു പരിപാടിയൊക്കെ നടത്തുവാൻ അതിന് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു തന്റെ അടുത്തെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് കൺവീനറാണ്. എന്തോ പേര്? അമൽ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? കരിമല DB കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടുതൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇംഗ്ലീഷ് റെസിറ്റേഷൻ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. Did you want to see me broken? Both heads and lowered eyes? Did you want to see me broken? With both heads and lowered eyes? Shoulders falling down like tearful drops? Weakened by my soulful cries? Did my haughtiness offend you? Did my saltiness offend you?
'Cause I walk, I laugh like I have gold vines digging in my own backyard. You may shoot me down with your words, you may cut me with your eyes, you may kill me with your hatefulness, but still, like air, I'll rise. I'm like a black is a witness statement, a sharp contrast between innocent Sudanese childhood and the cold, brutal realities of state-sponsored violence. Hope you enjoy People Like Us by Emmy Mahmood. Didn't get you the poison wood. Sometimes they didn't want to use the weapons because it would cost them. It would cost them more than we did. It would cost them more than we did. What does it matter? I've seen 16 ways. 16 ways to stop a heart. Uncomfortable from the escape float. Down sang the bell with a gurgling sound. The purples rose and whisked around. Quote Saraf. The next who comes to the rope won't bless the abbot of Ebebridog. Saraf the rover sailed away. His courtesies for many a day. Enough grown rich with planted store. He steers his course for Scotland's shore. So thick 4031 4031 4031. Afternoon to one another. Today I am reciting the poem The Pied Piper of Hamelin by Robert Brown. This poem narrates us about the strange, mysterious town haunted by rats and a Pied Piper. Now I invite you all to travel to the town of Hamelin. Hamelin town is in Brunswick by the famous Hanover city. The river Weser, deep and wide, washes its walls in the southern side. A pleasanter spot you never spied. But when begins my ditty, almost 500 years ago, to see the town folk suffer so from vermin was a pity. And the highwayman came riding. The highwayman came riding upon the old egg road. He had a French cocked hat on his forehead and a bunch of lace at his chin, a coat of the claret velvet and breeches of brown tow skin that fitted with never a wrinkle. His boots were up to thigh, and he rode with a twinkle, his pistol butts a twinkle, his rapier hilts a twinkle under the jeweled sky. Over the cobbles, but none too much. If we can fill the unforgettable minutes with 60 seconds a fourth of distance run. Everything, yours is the earth and everything that's in it, and which is more, you will be man, my son. Thank you and have a നാടകങ്ങൾക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മഹായാനം, പെട്രോമാക്സ്, കോയാടന്റെ കഥ എന്നീ നാടക സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ മഹായാനത്തിന് 2025 അബുദാബി ശക്തി നായാട്ട് പുരസ്കാരം ലഭിച്ചു. പ്രഭാഷകൻ എന്ന നിലയിൽ കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് വേദികളിൽ പ്രഭാഷണം നടത്തി. മലയാളത്തിലുള്ള ഡിബേറ്റ് അതുപോലെ തന്നെ
അതിനെപ്പറ്റി എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ അതേസമയം അവിടെ നമ്മുടെ സംസ്കാരവും കേരളത്തിന്റെ സംസ്കാരവും തമിഴ് എന്നൊരു രാജ്യത്തിന്റെ സംസ്കാരവും ഒരേപോലെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. താങ്കൾ പറയുകയായി പലതരത്തിലുള്ള കലാപങ്ങൾ മതത്തെ കാണും. നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിക്കുന്നതും അങ്ങനെയാണ്. അതായത് മറ്റൊരാളെ നമ്മുടെ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരില് മാറ്റാതെ, അല്ലെങ്കിൽ സംസാരത്തിന്റെ അല്ലെങ്കിൽ ഭാഷയുടെ വ്യത്യാസത്തിൽ ആൾക്കാരെ തരംതിരിച്ച് കാണാതെ സമൂഹത്തിലെ എല്ലാവരെയും നമ്മൾ ഒന്നിച്ച് കാണാനാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം ഒരു രാജ്യം, ഒരു മതം, ഒരു സംസ്കാരം എന്നുള്ളത് ഒരു രാജ്യം അത് മുന്നോട്ട് വെക്കുമ്പോൾ പലരെയും അടിച്ചമർത്തുന്ന പോലെ ഇരിക്കും. അതായത് വൈവിധ്യങ്ങൾ കൊണ്ട് പ്രശസ്തമായ നമ്മുടെ നാട്ടില് എല്ലാം നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ യുവജനങ്ങളുടെ ജോലി സാധ്യതകളെ ബാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കൂടാതെ ഒരു രാജ്യം എന്ന തോന്നൽ ഉടലെടുക്കുന്നത് സ്വന്തം ഭാഷയും ഒരേപോലെയുള്ള ഭാഷയും ഒരേപോലെ സംസ്കാരവും പിന്തുടരുന്ന ജനങ്ങൾക്കിടയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം എന്ന തോന്നൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഈ ഭാഷയും സംസ്കാരവും ഒരേപോലെ പിന്തുടരുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം, ഇന്ത്യയുടെ ഒരേ ഒരു വനിതാ സഹോദരന്മാരെ, ഈ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന ഈ വിഷയത്തെ പറ്റി നാം ഈ 21-ാം നൂറ്റാണ്ടിൽ എടുത്തു നോക്കുമ്പോൾ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ ഓരോ വാദങ്ങളോടും എനിക്ക് തീർത്തും വിയോജിപ്പ് മാത്രമാണ് ഉള്ളത് എന്ന് യഥാസംശയം പറയാൻ സാധിക്കും. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ വിഷയം നാം എടുക്കുന്നു. സംസ്കാരത്തെ പറ്റി അദ്ദേഹം പറയുകയുണ്ട്. ഓരോ നാടിനും ഓരോ സ്ഥലങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട് എന്ന് നാം ചിന്തിക്കുക. സംസ്കാരമുള്ള ആ രാജ്യങ്ങളുടെ വികസനം കാണുമ്പോഴാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഈ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല, ഒരാളുടെ സംസ്കാരം മറ്റൊരാൾക്ക് അറിയുന്നില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പോരായ്മ. ഒരു രാജ്യത്തോ ഒരു ഭാഷയും ഒരേ സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരുമയെ ഒരു മാറ്റം വരുത്തേണ്ട അനിവാര്യത ഇന്ന് നിലനിൽക്കുന്നില്ല എന്നാണ് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു ഏകീകൃത ഭാഷ, ഏകീകൃത സംസ്കാരം പൗരന്മാരിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ വലിയ വികസനം ഉണ്ടാകും, വളർച്ചയുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ തമ്മിലുള്ള ആശയവിനിമയമൊക്കെ മെച്ചപ്പെടും എന്നൊക്കെ പറയുന്നവരോടാണ് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്തരത്തിലൊന്നും അല്ലാത്ത സമയത്ത് എന്താണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ പിന്നോട്ടടിക്കാൻ ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ പറഞ്ഞ വിഷയങ്ങൾ ഭാഷയായിക്കോട്ടെ സംസ്കാരമായിക്കോട്ടെ ഏത് മേഖലകൾക്കകത്താണ് നമ്മുടെ പിന്നോട്ടടിച്ചിട്ടുള്ളത്? നമുക്ക് ചരിത്രം എടുത്ത് പരിശോധിച്ചത് ഇന്ത്യ എന്ന രാജ്യം ഒരു റിപ്പബ്ലിക്കായി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമ്മളറിയാം, നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബ്രിട്ടീഷുകാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതായത് ഭിന്നിപ്പിക്കുക, മനുഷ്യരെ ഭാഷയുടെ പേരിൽ മതത്തിന്റെ പേരിലൊക്കെ ഭിന്നിപ്പിച്ച് അവരെ ചൂഷണം ചെയ്യുവാൻ അത്തരത്തിലുള്ള ഭരണകൂടം മുന്നോട്ട് പോയ സമയത്ത് ആ നാനാത്വങ്ങൾക്കകത്തുള്ള ഏകത്വം അതായത് ഇന്ത്യക്കകത്ത് നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യക്കകത്ത് ജനവിഭാഗങ്ങൾ ആകമാനം ഒന്നിച്ചു നിന്നുകൊണ്ട് ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ ഏത് ഭാഷ സംസാരിക്കുന്നവരാണെന്നോ നോക്കാതെ ഒന്നിച്ചു നിന്നതിന്റെ ഫലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ സംസ്ഥാനവും തന്നെ ഏറ്റവും വലിയ ചർച്ചയായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പല സംസ്കാരങ്ങളിലുള്ള ജനവിഭാഗങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് തന്നെയായിരുന്നു പണ്ട് മുതൽക്കേ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അപ്പോ അതൊക്കെ മുന്നോട്ട് സാധിക്കുമെന്ന് ഇതുവരെയുള്ള കാലமாக ഇന്ത്യയുടെ അതായത് വിവിധ മേഖലകൾക്കകത്തുണ്ടായിട്ടുള്ള വികസനങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ശാസ്ത്ര രംഗത്ത് രാജ്യം എത്ര മുന്നോട്ടേക്ക് പോയി, അതേപോലെ തന്നെ ഓരോ മേഖലകളും സാംസ്കാരിക മേഖലകൾക്കകത്തേക്ക് രാജ്യം എത്ര മുന്നോട്ടേക്ക് പോയി. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഭാഷയോ സംസ്കാരമോ ഒന്നും ഇതിനെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകമല്ല എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടം അടക്കം അടിച്ചേൽപ്പിക്കുന്നതാണ്. സ്വാതന്ത്ര്യം ലഭിച്ചു എങ്കിൽ പോലും അവിടുത്തെ ഓരോ ജീവിത സാഹചര്യങ്ങൾ, ഓരോ മനുഷ്യൻ അവരുടെ സംസ്കാരങ്ങൾ എന്നും ഭിന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഒരുപാട് രാജ്യങ്ങൾ സംസ്കാരത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ കൊലകൾ നടക്കുന്നു, പെൺകുട്ടികളെ കൊന്നുകളയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ സംസ്കാരം കൊണ്ട് അവരുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നല്ല മധുരമുള്ള ഭാഷകൾ, നല്ല സംസ്കാരങ്ങൾ, നല്ല നിറക്കാഴ്ചകളോടുള്ള ഒരു രാജ്യമാണ്. അതിൽ എന്ത് ഭാഷയാണ് എന്ത് സംസ്കാരമാണ് നിങ്ങൾ ഒരു രാജ്യമായി അല്ലെങ്കിൽ രൂപീകരിച്ചെടുക്കുക? അതിൽ എന്ത് ഭാഷ? അപ്പൊ മറ്റു ഭാഷ എന്താ താഴ്ന്നു കിടക്കുവാണോ? അപ്പൊ ഏത് ഭാഷയിലാണ് അന്യം? എത്ര സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്? അപ്പൊ എത്ര തരം ഭാഷകൾ അല്ലെ എത്ര തരം സംസ്കാരം? അവിടെ ഭാഷകൾ തമ്മിലും
സംസ്കാരങ്ങൾ തമ്മിലും വ്യത്യാസങ്ങൾ വന്നപ്പോഴാണ് തമിഴ് വംശജരും സിംഹള വംശജരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതും അവിടെയും കലാപങ്ങൾ പോലും കാരണമായിരുന്നു. അതുകൊണ്ട് ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന ആശയം മുൻനിർത്തി കൊണ്ടുപോകുകയാണെങ്കിൽ ഭാരതത്തിൽ പ്രധാനമന്ത്രി തനിക്ക് പറയുവാൻ, തന്റെ ജനങ്ങളോട് സംവദിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഹിന്ദി ഭാഷയെ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത് എന്ന് പോലും ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഹിന്ദി അറിയാത്ത വ്യക്തികൾക്ക് സാധിച്ചു വരില്ല. ഇത് പല സംസ്ഥാനങ്ങളിലും പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു ആയതിനാൽ എന്റെ സുഹൃത്തെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന ആശയം ഭാരതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഐക്യവും തന്നെയാണ്. 1946 ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു എഴുതിയിരിക്കുന്ന 3 വരികളുണ്ട്. വൈവിധ്യങ്ങളുടെ ഐക്യമെന്ന്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട്, ഐക്യമെന്ന് പറയുന്നത് ഒരു ഭാഷയോ ഒരു സംസ്കാരമോ കൊണ്ടുവന്നതല്ല, വൈവിധ്യങ്ങളിൽ നിന്നായിരിക്കണം ഐക്യം കൊണ്ടുവരേണ്ടത്. എങ്കിൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ശക്തി നമ്മൾ പൗരന്മാർ പ്രകടിപ്പിക്കുകയുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന ആശയം കൊണ്ടുവരുമ്പോൾ ആ ലക്ഷ്യത്തോടെ നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ ഇണൈമ 2026 നടക്കുകയാണ്. ഇതിന് പേരിൽ അനേകർ അധ്വാനിക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഒഫീഷ്യൽസ് ആയിട്ട് നമ്മുടെ ടീച്ചർമാരുണ്ട്. മാർത്തോമ കോളേജിൽ ടീച്ചറാണ്. ടീച്ചറിന്റെ പേരെന്തോ? മലയാളം ഡിപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്. ടീച്ചറോ? ഡോക്ടർ ഭവ്യ, ദേവസ്വം പമ്പ കോളേജ്, മലയാളം സുവോളജിയാണ്. സിന്ധു ജെഎസ്, പമ്പ കോളേജ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എങ്ങനെയുണ്ട് നിങ്ങൾ യുവത്വത്തിന്റെ കഴിവുകളെ പറ്റി എന്ത് പറയുന്നു? നല്ല കഴിവുള്ള കുട്ടികളാണ്. ഇവരെ നമ്മൾ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം, തീർച്ചയായിട്ടും കൊണ്ടുവരണം. അതിനെല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം നൽകുന്നു. താങ്ക് യു വെരി മച്ച്. ഇണയമയുടെ ജഡ്ജസ് പാനലിന്റെ ചീഫാണ്. സാറിന്റെ പേരെന്താ സാറേ? മനോജ്. സാറ് കണ്ണൂരിൽ നിന്നാണ്. സാറ് 3-4 ദിവസമായിട്ട് ഞാൻ ഇംഗ്ലീഷ് മലയാള പ്രസംഗത്തിനും എല്ലാം കണ്ടതാണ്. എത്ര മണിക്കൂറാണ് സാർ ഇവിടെ ഇരിക്കുന്നത്? എങ്ങനെയുണ്ട് സാറെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ? കുട്ടികൾ നല്ല കഴിവുള്ളവരാണ്. മത്സരവും കവിതാലാപനമൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. കാരണം 10-15 കുട്ടികൾക്കെങ്കിലും 1ാം സ്ഥാനം കൊടുക്കാനുള്ള അർഹതയുള്ള കുട്ടികളാണുള്ളത്. മത്സരം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ലോ. അവർ കഴിവുള്ള കുട്ടികളാണ്. നല്ല ഒരു സേവനമാണ് ചെയ്യുന്നത്. എല്ലാവരുടെ ആശംസകളും പ്രാർത്ഥനയും. ഇണൈമേ 2026 എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു. യൂത്ത്സിന്റെ സെലിബ്രേഷനാണ്. അതുകൊണ്ട് കലയുടെ പേരിൽ എല്ലാവർക്കും സ്നേഹം, ആശംസകൾ നേരുന്നു. 4 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇണൈമ 2026 മാർത്തോമ കോളേജിൻ്റെ തിരുമുറ്റത്ത് ക്ലേ മോഡലിംഗ് മത്സരം നടക്കുകയാണ്. എല്ലാ മത്സരങ്ങൾക്കും ഏറ്റവും കുറഞ്ഞത് 60-70 ടീമുകൾ ഉണ്ടായിരിക്കും. ഭാവന, സർഗാത്മകത ചെക്ക് ചെയ്യുന്ന നല്ല ഒരു കോമ്പറ്റീഷൻ. വളരെ മനോഹരമായ കാഴ്ചകളാണ് മാർത്തോമ കോളേജിൻ്റെ തിരുമുറ്റത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ചെറുപ്പക്കാർ അവരുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന കളിമണ്ണ് അതുപയോഗിച്ച് ഒരു വിഷയത്തിനനുസൃതമായി ശില്പങ്ങൾ, കലാരൂപങ്ങൾ കൈവിരലുകൾ കൊണ്ട് മെനഞ്ഞെടുക്കുന്ന സുന്ദരമായ കാഴ്ച. The pottery face, the clay face in the story of civilization has been of extreme importance. കളിമണ്ണിൽ കൂടെയാണ് പ്രകൃതിയെ മനുഷ്യൻ അറിയുന്നത്. മനുഷ്യൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ പാട്ടിൽ കൂടെ, കവിതയിൽ കൂടെയൊക്കെ പുറത്തു വരുമ്പോൾ അതിനൊരു ആദ്യമായൊരു ക്രിയാത്മകത കൊടുത്തത് കളിമണ്ണ് കൊണ്ടുള്ള നിർമ്മിതികളാണ്. അതോടൊപ്പം ഗുഹകളിലൊക്കെ കോറിയിട്ടിരിക്കുന്ന ചിത്രരചനയൊക്കെ ഉണ്ട്. എർലി മാൻ 10,000 വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഭാവനയ്ക്ക് ഇന്നിപ്പോൾ 3D പ്രിൻ്റ് വരെ വന്നിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ എല്ലാം നാന്ദി കുറിച്ച നിമിഷങ്ങൾ ഇവിടെയായിരുന്നു. നമ്മളുടെ ചെറുപ്പക്കാർ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്.
യോദ്ധ എന്ന സിനിമയിൽ ബിച്ചു തിരുമല എഴുതി സാക്ഷാൽ AR റഹ്മാൻ സംഗീതമിട്ട ഒരു സുന്ദരമായ ഒരു പാട്ടിലെ വരികളാണ്. ശില്പമെൻ മുന്നിൽ ശില്പിയൻ പിന്നിൽ ശില്പശാല നെഞ്ചകങ്ങളിൽ. ഓ മൈ ഗുഡ്നസ്, ശില്പശാല നെഞ്ചകങ്ങളിലാണ്, ഹൃദയങ്ങളിലാണ്, മനസ്സിലാണ്. Everything, every form of art first arises in the mind and vision of human beings. അക്ബറിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, ഹിസ് മജസ്റ്റി ക്രിയേറ്റ്സ് ദ മാൻഷൻസ് ഇൻ ഹിസ് മൈൻഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഹി ഫിൽസ് ഇറ്റ് വിത്ത് റോക്ക്, സ്റ്റോൺ ആൻഡ് മോർട്ടാർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശില്പകലയുടെ സുന്ദര നിമിഷങ്ങൾ മാർത്തോമ കോളേജിൻ്റെ തിരുമുറ്റത്ത്. വോളണ്ടിയർ ആണോ? എന്തോ പേര്? ഏത് ഇയർ? ഇവിടെ മാർത്തോമ കോളേജ് സ്റ്റുഡൻ്റ് ആണോ? ഏത് ഇയറാ? ഏതാ സബ്ജക്റ്റ്? മാസം 3-ാം തീയതിയിലുള്ള കവറേജ് ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഓരോ ദിവസവും ഓരോ ചെറിയ വീഡിയോ വെച്ച് ഇടുവാനൊത്തു. സോ നല്ല മധുരമുള്ള ലഹരി നുരഞ്ഞ് പതയ്ക്കുന്ന സോഡാ നാരങ്ങ വെള്ളവും നല്ല ചൂട് ആൻഡ് ക്രിസ്പി ഏത്തയ്ക്കാപ്പവും കഴിച്ചുകൊണ്ട് ദിസ് ഈസ് മാത്യു കോശി സൈനിങ് ഓഫ് ഫ്രം മാർത്തോമ കോളേജ്. സോ രാത്രി 9 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുകയാണ്. രാത്രി കാഴ്ചകൾ ഇണൈമൈ കാണാൻ പലരും പറഞ്ഞു. പകൽ മാത്രം കണ്ടാൽ പോരാ, രാത്രിയിലെ മായാജാലം, മായാപ്രഭയൊക്കെ കാണണം. അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. മാർത്തോമ കോളേജ് കൂടുതൽ സുന്ദരിയായിരിക്കുകയാണ്. വർണ്ണപ്രഭയാൽ മുങ്ങുന്ന മാർത്തോമ കോളേജിൽ സെലിബ്രേഷൻ ഓഫ് യൂത്ത് ഇണൈമൈ 2026 മായ കാഴ്ചകൾ. Still young. ധാരാളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. കോളേജ് കൂടുതൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. മായാജാല കാഴ്ചകളാണ് കോളേജിൽ ഒരുങ്ങിയിരിക്കുന്നത്. വളരെ മനോഹരമായ വർണ്ണ കാഴ്ച. എന്തോ ബോബി, നൈറ്റ് ഉണ്ടോ? ഫുൾ ടൈം ഇവിടെ ആണോ? എന്തോ സോ ബോബി ഇവിടെ ഉണ്ട്, രാത്രിയിലുണ്ട്. ഇവിടെ ജിജു എന്തി? ജിജു ഇവിടെ കാണുമെന്ന് പറഞ്ഞു. എല്ലാം ലൈറ്റിട്ട് അലങ്കരിച്ചു. കോളേജ് കൂടുതൽ സുന്ദരിയായിരിക്കണം. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞോ? അവിടെ എന്തോ
ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. മുഖത്തിന് നല്ല ജീവനുള്ള ഒരു മുഖമാണ്. പട്ടി കടിക്കുന്നതാണ്. കുരുക്കെന്നാണ് ടോപ്പിക്ക്. കുരുക്ക്. ദിസ് ഈസ് വണ്ടർഫുൾ. എക്സലൻറ്റ്. സോ കലയുടെ മായക്കാഴ്ചകൾ കാണുന്നതിനിടയിൽ ഭൂമി തുറന്നു, സ്വർഗം തുറന്നു, മഴ പെയ്യുകയാണ്. മഴയും വരുന്നു. സോ ഇവിടെ ക്ലേ മോഡലിങ്ങിൻ്റെ ഫിനിഷ്ഡ് വർക്കാണ് ഇവിടെ ഉള്ളത്. സമയം രാത്രി 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോഴും കുട്ടികളും ഒന്നും പോയിട്ടില്ല. ഓ, കുരുക്കെട്ട് 2 മണിക്കൂർ എങ്ങോട്ടാണ് സമയം അല്ലേ? So the topic is knot, KNOT, കെട്ട്, കുരുക്ക്. This is some model. ആനയൊക്കെ നല്ല അടിപൊളിയാ. വണ്ടർഫുൾ, അമേസിങ്. വീണ്ടും 2ാം ദിവസവും ഇന്നും ജിജു ഉണ്ട് നമ്മുടെ കൂടെ. എങ്ങനെയുണ്ട് പരിപാടിയെല്ലാം? നല്ല നിലവാരമുണ്ടോ? നല്ല അടിപൊളി പരിപാടികളാണ്. രാത്രിയിൽ ഇവിടുത്തെ കോളേജിലെ സ്റ്റാഫൊക്കെയാണ്. ഓ, ഇത് കൊള്ളാം, അടിപൊളി. ക്ലേയിങ് കൊണ്ട് ചങ്ങല പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വെരി ഗുഡ്, എക്സലൻറ്റ്. രാത്രി 9:55 ലൈവ് റിസൾട്ടാണ്. 1ാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് SH തേവരയാണ് വിത്ത് 103 പോയിന്റ്സ്. മഹാരാജാസ് ക്ലോസ്ലി പിടിക്കുന്നുണ്ട്. 97, 6ന്റെ വ്യത്യാസമേ ഉള്ളൂ. തൃപ്പൂണിത്തുറ കോളേജ് 90യിൽ നിൽക്കുന്നുണ്ട്. സെന്റ് തെരേസാസ് 67 ആണ്. UC ആലുവ 32, BCM, ഭാരത് മാത. അങ്ങനെ അതോടൊപ്പം തന്നെ കലാപ്രതിഭ, കലാതിലകം. അങ്ങനെ ദിസ് ഈസ് ദ ലൈവ് സ്കോർ അറ്റ് 10 PM from Marthoma College. ലിബിനുണ്ട്. എപ്പോൾ വന്നു? നേരത്തെ വന്നതാണോ? ഞാനിപ്പം വന്നതേ ഉള്ളൂ. മോളിവിടെ ഉണ്ട്. അതിനെ മോളെ വിളിച്ചോണ്ട് പോകാൻ വന്നാ. മോളെത്തി ലിയ ഉണ്ട്. ഉള്ളതുകൊണ്ട് എല്ലാ അപ്ഡേറ്റ്സ് കാണുന്നുണ്ട്. നമ്മുടെ സ്ഥിരം ലൈക്കൊക്കെ അടിക്കുന്ന ആളാണ്, കമൻ്റൊക്കെ അടിക്കുന്ന ആളാണ്. മൂലമറ്റം കോളേജിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജെറി ഞങ്ങളുടെ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിനൊക്കെ പങ്കെടുത്തതാണ്. എങ്ങനെയുണ്ട്? കലോത്സവം നന്നായിട്ട് പോകുന്നു. മാർത്തോമ കോളേജിലായതുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക, മാർത്തോമ കോളേജിലായതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലുണ്ട്. നമ്മുടെ ഇപ്പോൾ പാട്ട് പാടിയ കുട്ടിയുണ്ടല്ലോ, കുട്ടിയുടെ പേരെന്തുവാ? പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? പണ്ടുതൊട്ടേ പഠിക്കുന്നതാണോ? ക്ലാസിക്കലൊക്കെ പഠിക്കുന്നതാണ്. വെരി ഗുഡ്. ഇവരൊക്കെ ആരാ? പേരൊക്കെ പറഞ്ഞേ. ഏതായിട്ട് ഏത് മത്സരത്തിനാണ്? എന്തുവാ? ഏത് ബൈക്കിംഗ് ആയിരുന്നു?
എഴുതിയായിരുന്നു. എന്തോ ഓക്കെ, വെരി ഗുഡ്. എഴുത്തിൽ താല്പര്യമുണ്ട്. വെരി ഗുഡ്. സോ അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും നിങ്ങൾ മൂലമറ്റം കോളേജിൽ വരുന്നവരാണ്. ഓക്കെ, വെൽക്കം ടു മത്തോമ കോളേജ്. എല്ലാം ഒക്കെ ആയിട്ട് നടന്നല്ലോ. ഞാൻ പഠിച്ച കോളേജ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. രാത്രി 10:24 ഞാനിങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ മഹാരാജാസ് കോളേജ് എറണാകുളത്തിൻ്റെ അഭിമാനമായ പ്രിയപ്പെട്ട ഗൗരിയുടെ ഫുൾ നെയിം എന്തുവാ? ഗൗരി വേണുഗോപാൽ. ഗൗരി ഞാനിങ്ങനെ വെറുതെ സംസാരിച്ചാണ്. അപ്പോഴാണ് പറഞ്ഞത് കഥാരചനയ്ക്ക് 1ാം സ്ഥാനം കിട്ടി. അമേസിങ്. 80ഓളം ആൾക്കാരില്ലായിരുന്നു പാർട്ടിസിപ്പൻസ്. 150 പേര് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഴുതിയ കഥാരചനയിൽ 1ാം സ്ഥാനം കിട്ടി. അവസാനത്തെ കത്ത്, അതായിരുന്നു വിഷയം. എന്തുവാ ഗൗരിയുടെ ഭാവി അംബിഷൻസ് ഒക്കെ എന്തുവാ? സിവിൽ സർവീസ് ആണ്. ഇപ്പോൾ എക്കണോമിക്സ് ഡിഗ്രിയാണോ PG ആണോ? ഡിഗ്രിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുന്നു. ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ട് മഹാരാജാസ് ഒരു ട്രഡീഷനാണ്. ഗ്രേറ്റ് അഗെയിൻ മഹാരാജാസ്. ഗ്രേറ്റ് അഗെയിൻ. ഓൾ ദ ബെസ്റ്റ്. So this is the ultimate celebration of live dance, drama, music here. സിംബതിയുണ്ട് പെണ്ണായി മാറിയതോ അന്തപുരത്തിൻ മകളാണി, അന്തപുരത്തിൻ മകളാണി. അഴകിയ ലൈല അവളത് ചെയ്ല സന്നത വേല ഇവൾ മന്മത പുയല അടടാ രാത്രി 10:45 ഞാനിങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ സേക്രഡ് ഹാർട്ട് തേവര, ദേ ആർ ദ ചാമ്പ്യൻസ്. അവർ ഏറ്റവും മുമ്പിൽ നിൽക്കുകയാണ്. മഹാരാജാസുമായിട്ട് കട്ട കോമ്പറ്റീഷൻ ആണല്ലേ? നിങ്ങൾ ഫസ്റ്റ് അടിക്കുമോ? നമ്മുടെ കൺവീനറാണ്. എന്തോ പേര് മോൻ്റെ? അദ്ദേഹമാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഫിസിക്സിലെ മാത്യു ജോർജ് സാർ നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ടാണ്, തിരുവല്ലക്കാരനാണ്. ആണോ? ആ ഓക്കെ, വെരി ഗുഡ്. ഏത് ഐറ്റത്തിലാണ് ഉണ്ടായിരുന്നത്? ഞാൻ ഫോക്ക് ഓർക്കസ്ട്ര, പിന്നെ നാളെ സമ്മാനമല്ലോ ഉണ്ടോ? ഫോക്ക് ഓർക്കസ്ട്ര 1ാം സ്ഥാനമാണ്. ഫസ്റ്റ് ഉണ്ട്. വെരി ഗുഡ്, അടിപൊളി. ഇദ്ദേഹത്തിന്റെ പേരെന്തോ? അനന്തഗോപൻ. അപ്പോൾ ഏതിനാ സമ്മാനം ഉള്ളത്? ക്ലാസിക്കൽ മ്യൂസിക്കിന് ഫസ്റ്റ് ഉണ്ട്. കൊച്ചിലോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് നിങ്ങൾ ഒരു വർഷത്തെ പ്ലാൻ അല്ലേ, അതോ വർഷങ്ങളായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങൾക്കല്ലേ? ഇത് എക്സലൻസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഓവർനൈറ്റ് എന്നാണ്. റോം വാസ് നെവർ ബിൽറ്റ് ഇൻ എ ഡേ. അതുകൊണ്ട് ഇതൊക്കെ ഒരു എക്സലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇങ്ങനത്തെ കോളേജുകൾക്കുള്ളത്. അങ്ങനെയുള്ള കോളേജുകൾക്ക് മാത്രമേ സമ്മാനങ്ങൾ ഫസ്റ്റൊക്കെ വരാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അധ്വാനത്തെ, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിൻസിപ്പൾ, മാനേജ്മെൻറ്റ്, അധ്യാപകർ, അവരുടെ എല്ലാ അധ്വാനത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ അധ്വാനത്തെ അഭിനന്ദിക്കുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട്? എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. തിരുവല്ല സെൻട്രൽ ട്രാവൻകൂറിലാണ്. SH ദേവരയായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. എൻ്റെ ഫാദർ അവിടെ പഠിച്ചതാണ്. 1960s MCOM അവിടെ പഠിച്ചതാണ്. അപ്പം അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പം SH ദേവരയുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഓക്കെ, താങ്ക് യു. നൈസ് ടു മീറ്റ്. 10:48 ഞങ്ങൾ വി ആർ ദ ലോക്കൽ ബോയ്സ്. ഞങ്ങളിവിടെ അടുത്തുള്ള നാട്ടുകാരാണ്. നമ്മുടെ ശരത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ശരത്ത്? അടിപൊളിയാണ്, സൂപ്പറാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. കുറ്റപ്പുഴ ഇളക്കി മറിയുകയാണോ? പലത് വിളകുന്നൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. അതുകൊണ്ട് കുറ്റപ്പുഴയുടെ സൗന്ദര്യബോധത്തിനൊക്കെ നല്ല ഒരു ട്രീറ്റാണ്. ഇതൊരു വിഷ്വൽ ട്രീറ്റാണ്.
So we are celebrating at Marthoma College, Tiruvalla campus. This is Inai May 2026 University Youth Festival of Mahatma Gandhi University, Kottayam. രാത്രി 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങളിവിടെ കുലുക്കി മൊമെന്റ്സ്, ഞങ്ങളുടെ ജിതിൻ സഹോദരൻ ഇതാ രാത്രിയിൽ വണ്ടർഫുൾ അമേസിങ് കലയുടെ മാമാങ്കം നടക്കുമ്പോൾ ഞങ്ങൾക്ക് തണുപ്പേറിയ രുചികരമായ ഡ്രിങ്ക്സ് തരുവാനായി ഇവിടെ ശീതളപാനീയം. ശരത്തെന്താ കുടിക്കുന്നേ? നാരങ്ങ വെള്ളമോ? സാധാ നാരങ്ങ വെള്ളമാണ്. അതുകൊണ്ട് ഇവിടെ ഭക്ഷണവും പാട്ടും കുലുക്കിയും ഒക്കെ ആയിട്ട് നൈറ്റ് സ്റ്റിൽ യങ്. താങ്ക് യു വെരി മച്ച്. ഇതെന്ത് ഫ്ലേവറാണെന്നാ പറഞ്ഞ? മാംഗോ ഫ്ലേവർ. സോ കുലുക്കി മൊമെന്റ്സ് ഹിയർ. അടിപൊളിയാണ്. ഞങ്ങളുടെ മടമുക്കര ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് എന്തോ പരിപാടി കാണാൻ വന്നതാണോ? അങ്ങനെ ഉണ്ട്. ഇവള് 10ാം ക്ലാസ്സിലല്ലേ? SLC പരീക്ഷ എന്നാ അവിടെ പഠിക്കണ്ടേ? അതുകൊണ്ട് രാത്രിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. യുവജനോത്സവ നഗറിൽ ആയ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മമ്പള്ളി മൊമെന്റ്സ് ഞങ്ങളുടെ രാജചേട്ടനുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണ്. കല ആസ്വദിക്കുകയാണ്. സമയം രാത്രി 12 മണിയായിരിക്കുകയാണ്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ്. ഇവിടെ കലയുടെ അങ്കണത്തിൽ ഉറക്കമില്ല. ഇപ്പോഴും കുട്ടികൾ അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ്. രാവിലെ തൊട്ടുള്ള പല ഓട്ടങ്ങളാണ്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ഡേ. ആക്ച്വലി ദിസ് ഈസ് ദ 4th. Matthew Koshi signing off from the gate of Marthoma College, Tiruvalla. This is Inai May 2026. This is the moment.